നിങ്ങൾ വീടിന്റെ ഇന്റീരിയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ വീട് പൊളിച്ചു പണിയാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളൊരു വീടിന്റെ ഇന്റീരിയർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റിയാണ്. എന്താണ് കറക്റ്റ് ചെയ്യാൻ പോകുന്നത്, ഏത് ഡിസൈനാണ് നിങ്ങൾ ഫോളോ ചെയ്യാൻ പോകുന്നത്, ആരാണിത് ചെയ്യാൻ പോകുന്നത്, എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് നമ്മൾ പണിത് കഴിയുമ്പോൾ തീരുക, അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവും. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. 2 ദിവസം മുമ്പ് നമുക്ക് എൻക്വയറി വന്നു, സോഷ്യൽ മീഡിയ വഴി ഒരു എൻക്വയറി വന്നു. നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്യാൻ പോയി. ക്ലയന്റിന്റെ വൈഫ്, 2 കുട്ടികൾ, അച്ഛനമ്മ, ഇത്രയും പേരാണ് അവരുടെ കുടുംബം. ഒരു പ്ലാൻ ചെയ്തത് 2200 സ്ക്വയർ ഫീറ്റ് മാക്സിമം ഉള്ളൊരു പേരാണ്. പക്ഷെ വാസ്തു നോക്കി അത് കംപ്ലീറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 3000 ഏകദേശം 1000 സ്ക്വയർ ഫീറ്റ് കയറി വന്നു. ക്ലയന്റ് നമ്മളോട് സംസാരിച്ചു. ഇന്റീരിയർ ചെയ്യാൻ വേണ്ടിയുള്ള എൻ്റെ കയ്യിലുള്ള മാക്സിമം ബഡ്ജറ്റ് 5 lakhs അല്ലെങ്കിൽ 6 lakhs ആണ് മാക്സിമം. 3000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്ടിൽ 6 ലക്ഷം രൂപയ്ക്ക് ഇന്റീരിയർ ചെയ്യാൻ പറ്റൂല എന്നല്ല, പക്ഷെ ഈ ഒരു വീടിന് പറ്റുന്ന രീതിയിൽ കുറച്ചെങ്കിലും വൃത്തിയായിട്ടെങ്കിലും ഇന്റീരിയർ ചെയ്യുന്നെങ്കിൽ അതിനനുസരിച്ചുള്ള ബഡ്ജറ്റ് ഉണ്ട്. ക്ലയന്റിനാണെങ്കിൽ ഒരു ലക്ഷറി ഫീൽ വേണം, എന്നാൽ ബഡ്ജറ്റും കമ്മിയാണ്. ഇത് പ്ലാനിങ്ങിൽ ഒരു വലിയൊരു വ്യക്തത കുറവായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു ഇന്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ക്രിയേറ്റിവിറ്റി മാത്രമല്ല, അത് ബാലൻസിങ് ആണ്. അതായത് ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്, അതുപോലെ പ്ലാനിങ് ഉണ്ട്, ക്ലാരിറ്റി ഉണ്ട്, പിന്നെ റെസ്പോൺസിബിലിറ്റി. ഇതിന്റെ 3ന്റെയും കൂടി നല്ലൊരു ബാലൻസിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ നിങ്ങളിത് വീട് പണിയാനോ ഇന്റീരിയർ ചെയ്യാനോ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊന്ന് നോക്കി വെച്ച് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും.